1984 ഡിസംബറിൽ ഒരു തണുത്ത രാത്രി മധ്യപ്രദേശിലെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിക്ക് ചുറ്റുമുള്ള ജനങ്ങൾ സുഖസുഷുപ്തിയിലാണ്. ഡിസംബർ 2-ാം തീയതി രാത്രി ഏകദേശം 11:30 ആയി കാണും. ആ സമയത്ത് ആ ചെറിയ ടൗണിൽ 5 ലക്ഷത്തിൽ പേർ വസിച്ചിരുന്നു. യൂണിയൻ കാർബൈഡിലെ നൈറ്റ് ഷിഫ്റ്റിലെ ജീവനക്കാർക്ക് രാത്രി 11:30 കണ്ണെരിച്ചിൽ അനുഭവപ്പെട്ടു. ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ കീടനാശിനി നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ ജീവനക്കാർക്ക് അപകടം മണത്തു. എവിടെയോ വാതക ചോർച്ചയുണ്ട്. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വിഷവാതകമാണ് കണ്ണെരിച്ചിൽ ഉണ്ടാക്കുന്ന വസ്തു എന്നവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും MIC ടാങ്കിൻ്റെ താപനിലയും മർദ്ദവും ക്രമാതീതമായി കൂടി. മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബ് ഇളകി തെറിക്കാൻ തുടങ്ങി. അതിൽ നിന്നും വിഷവാതകം മരണദൂതുമായി പുറത്തേക്കൊഴുകി. ഉറങ്ങിക്കിടന്നിരുന്ന ജനങ്ങൾ കണ്ണുനീട്ടിലും ശ്വാസതടസ്സമായി വീടുകളിൽ നിന്നും പുറത്തേക്കോടി. മണിക്കൂറുകൾക്കുള്ളിൽ ഭോപ്പാലിൻ്റെ മണ്ണിൽ മൃതദേഹങ്ങൾ മാത്രം അവശേഷിച്ചു. 3759 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഏകദേശം 8000-ഓളം പേരെങ്കിലും മരിച്ചിട്ടുണ്ടാകുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. വിഷവാതകം ശ്വസിച്ച് വിവിധ രോഗങ്ങൾക്ക് ഇരകളായി പിന്നെയും ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് പുറമെ കന്നുകാലികളും നായ്ക്കളും മറ്റു മൃഗങ്ങളും ചത്തുവീണു. 10,000-ങ്ങൾക്ക് കാഴ്ച നഷ്ടമായി. നേരം വെളുക്കുമ്പോഴേക്കും നഗരം ഗ്യാസ് ചേമ്പർ ആയി കഴിഞ്ഞു. ദുരന്തത്തെ കഷ്ടിച്ച് അതിജീവിച്ച ലക്ഷങ്ങൾ മരിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായത് സത്യം. ഗർഭം അലസൽ, ചാപ്പിള പുറക്കൽ, മസിലുകൾക്ക് ബലക്ഷയം, ഗ്യാസ്ട്രോ രോഗങ്ങൾ തുടങ്ങി ഈ ദുരന്തം സൃഷ്ടിച്ച നരകയാതനകൾക്ക് യാതൊരു കയ്യും കണക്കുമില്ല. ഏകദേശം 42 ടൺ മീഥൈൽ ഐസോസൈനേറ്റ് ആണ് സ്റ്റെയിൻലെസ് ടാങ്കിൽ ദ്രവരൂപകത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഇതിൽ വെള്ളം കയറിയതാണ് അപകടകാരണമെന്നാണ് വിശദീകരണം. അതിനു കാരണമായി അവർ പറയുന്നത് മീഥൈൽ ഐസോസൈനേറ്റിനൊപ്പം ഫോസ്ജനും ഹൈഡ്രജൻ സൈനൈഡും ചേർന്നിരുന്നുവെന്നാണ്. ദുരന്ത കമ്പനിക്ക് ചുറ്റിലും താമസിച്ചിരുന്നവർക്ക് ആർക്കും ഈ ഫാക്ടറി നഗരത്തെ മുഴുവനായി നശിപ്പിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ലായിരുന്നു. 1969 തുടങ്ങിയതാണ് ഈ ഫാക്ടറി. ഇവിടെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ പലതും മാരകമായ വിഷപദാർത്ഥമാണെന്ന സത്യം ആർക്കും അറിയുമായിരുന്നില്ല ആ അപകടം ഉണ്ടാകുന്നത് വരെ. ഇപ്പോൾ അസ്ഥികൂടം മാത്രമായി ദ്രവിച്ച ഫാക്ടറിയും കാട് പിടിച്ച പരിസരവുമാണ് കമ്പനി പരിസരത്തുള്ളത്. അടച്ചുപൂട്ടിയ ഫാക്ടറിയും പരിസരവും സർക്കാർ അനാസ്ഥ കാരണം അങ്ങനെ കിടക്കുകയാണ്. ഏകദേശം 100 ഏക്കർ സ്ഥലത്താണ് ദുരന്തമുണ്ടായ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥലത്ത് ഏറ്റെടുത്ത് അപകടകരമല്ലാത്ത സ്ഥലത്ത് ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മധ്യപ്രദേശ് സർക്കാർ. കൂടാതെ ദുരന്തമുണ്ടായ ഫാക്ടറിയും കെട്ടിടങ്ങളെയും സംരക്ഷിച്ച് മ്യൂസിയമാക്കാനുള്ള പദ്ധതി തെളിഞ്ഞു വരുന്നുണ്ട്. സഞ്ചാരികൾക്ക് ദുരന്തത്തിൻ്റെ ചരിത്രം പറഞ്ഞു തരുന്ന എങ്ങനെയാണ് അപകടത്തിന് കാരണമായതെന്ന് വിശദീകരിക്കുന്ന തരത്തിലായിരിക്കും മ്യൂസിയം പ്രവർത്തിക്കുക. അതുവഴി സർക്കാർ വരുമാനം പ്രതീക്ഷിക്കുന്നു. സഞ്ചാരികൾക്ക് ചരിത്രം വ്യക്തമാവുകയും ചെയ്യും. ഇത്തരത്തിൽ ദുരന്തഭൂമി മാത്രമല്ല, ദുരന്തത്തിനിടയാക്കിയ യന്ത്രങ്ങളും ലോകത്തിൽ പല രാജ്യങ്ങളിലും മ്യൂസിയമാക്കിയിട്ടുണ്ട്. ലോകമഹായുദ്ധത്തിൽ ഏറെ നാശനഷ്ടങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത M10 എന്ന അന്തർവാഹിനി യുദ്ധക്കപ്പൽ തന്നെ ഒരു ഉദാഹരണം. അതിപ്പോൾ കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു മ്യൂസിയമായിട്ട് ഉപയോഗിക്കുകയാണ്.